ജോഹറിനെ വെറുമൊരു ആത്മഹത്യ എന്ന് വിളിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിനു മുമ്പ് നടന്ന ക്രൂരതകളെക്കുറിച്ച് കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? കാരണം നിങ്ങൾ പൂർണ്ണരൂപം കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജോഹർ എന്ന വാക്ക് നിങ്ങൾക്ക് ആത്മഹത്യയായി തോന്നില്ല. മറിച്ച് അത് സ്ത്രീകളുടെ ആത്മത്യാഗവും സമർപ്പണവും ആത്മാഭിമാനത്തിന്റെ പ്രകടനവുമായി മാറും. ജോഹറിന്റെ കഥ തുടങ്ങുന്നത് രാജസ്ഥാനിലെ ചിത്തോർഗഡ് കോട്ടയിലാണ്. ഈ കോട്ടയെക്കുറിച്ച് കേൾക്കുമ്പോൾ മിക്കവരുടെയും ഓർമ്മയിൽ വരുന്നത് റാണി പത്മിനിയും 16,000 സ്ത്രീകളുടെ അഗ്നിപ്രവേശവുമാണ്. എന്നാൽ ചിത്തോർഗഡിൽ ഈ അഗ്നിപ്രവേശം അഥവാ ജോഹർ നടന്നത് ഒരു തവണയല്ല, മറിച്ച് 3 തവണയാണെന്നത് വളരെ കുറച്ചു പേർക്ക് അറിയൂ. 1303-നും 1568-നും ഇടയിലുള്ള 264 വർഷങ്ങൾക്കുള്ളിൽ ഈ കോട്ട 3 മഹത്തായ ജോഹറുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒന്നാം ജോഹർ 1303-ലാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ അധിനിവേശ സമയത്ത് റാണ രത്തൻ സിംഗിന്റെ പത്നി റാണി പത്മിനി 16,000 സ്ത്രീകൾക്കൊപ്പം അഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. രണ്ടാം ജോഹർ നടക്കുന്നത് 1535-ലാണ്. ബഹദൂർ ഷാ ഗുജറാത്തിയുടെ അധിനിവേശ വേളയിൽ റാണ സംഗയുടെ പത്നി റാണി കർണാവതി 13,000 സ്ത്രീകൾക്കൊപ്പം ജോഹർ അനുഷ്ഠിച്ചു. മൂന്നാം ജോഹർ നടക്കുന്നത് 1568-ൽ. അക്ബറിന്റെ അധിനിവേശക്കാലത്ത് റാണ ഉദയ് സിംഗിന്റെ പത്നി ഫുൽ കൻവർ 7,000 സ്ത്രീകൾക്കൊപ്പം മരണം വരിക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിക അധിനിവേശക്കാരുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനും തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുമായി 36,000-ലധികം സ്ത്രീകൾ ചിത്തോർഗഡിൽ ജീവനോടെ അഗ്നിയിൽ പ്രവേശിച്ചു. ഈ ചരിത്രം ചിത്തോർഗഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതിനു മുമ്പ് 1294-ൽ ജയ്സാൽമീറിൽ ഭതി രാജവംശത്തിലെ 24,000 സ്ത്രീകൾ അലാവുദ്ദീൻ ഖിൽജിയിൽ നിന്ന് രക്ഷപ്പെടാൻ ജോഹർ അനുഷ്ഠിച്ചിരുന്നു. 1327-ൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കാംബിലി രാജ്യം ആക്രമിച്ചപ്പോൾ ദക്ഷിണേന്ത്യയിലും ജോഹർ നടന്നിട്ടുണ്ട്. എന്തായിരുന്നു ജോഹറിന് പിന്നിലെ കാരണം? അധിനിവേശക്കാരുടെ ക്രൂരതയായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഇവർ സാമ്രാജ്യങ്ങൾ കൊള്ളയടിക്കുക മാത്രമല്ല, പരാജയപ്പെട്ട ഹിന്ദു യോദ്ധാക്കളുടെ സ്ത്രീകളോടും കുട്ടികളോടും അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ കാട്ടുകയും ചെയ്തിരുന്നു. സ്ത്രീകളെ തടവുകാരാക്കി പിടിക്കുകയും നിർബന്ധപൂർവ്വം മതം മാറ്റുകയും ഹീനമായ രീതിയിൽ അന്തഃപുരങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന് 1299-ൽ ഗുജറാത്തിലെ വഗേല രാജാവായ കർണന്റെ പരാജയത്തിന് ശേഷം അലാവുദ്ദീൻ ഖിൽജി കമലാദേവി രാജ്ഞിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം തന്റെ അന്തഃപുരത്തിൽ ചേർത്തു. അവരുടെ മകൾ ദേവൽ ദേവിയെ നിർബന്ധപൂർവ്വം മതം മാറ്റുകയും തന്റെ മകൻ ഖിസർ ഖാന് വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു. ഖിസർ ഖാന്റെ മരണശേഷം ദേവൽ ദേവി ക്രൂരമായ പീഡനങ്ങൾക്കിരയായി. മരിച്ച സ്ത്രീകളുടെ മൃതദേഹങ്ങളോട് പോലും ഇവർ ഹീനമായ പ്രവൃത്തികൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ ധീരവനിതകൾ ജോഹർ തിരഞ്ഞെടുത്തത്. അവർക്ക് ജോഹർ എന്നത് വെറുമൊരു വാക്കല്ല, മറിച്ച് ത്യാഗത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും അടയാളമായിരുന്നു. ജോഹറിന്റെ രീതി: ജോഹറിന് മുൻപ് സ്ത്രീകൾ പരമ്പരാഗതമായ 16 അലങ്കാരങ്ങൾ പൂർത്തിയാക്കി അഗ്നികുണ്ഡത്തിൽ പ്രവേശിക്കുമായിരുന്നു. ഇതിനായി ചന്ദനത്തടികൾ, വിറക്, തേങ്ങ, നെയ്യ് എന്നിവ ഉപയോഗിച്ച് 40 മുതൽ 50 അടി വരെ ആഴമുള്ള കുഴികൾ ഒരുക്കുമായിരുന്നു. 1958-59 കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിജയസ്തംഭത്തിന് സമീപം നടത്തിയ ഖനനത്തിൽ ചാരം, അസ്ഥികൾ, ലാക്ക് വളകൾ എന്നിവ കണ്ടെത്തിയിരുന്നു. അവിടെ കണ്ടെത്തിയ കുഴിയിൽ ഏകദേശം 40,000-ലധികം സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം എല്ലാ വർഷവും ചിത്തോർഗഡ് കോട്ടയിലെ ജോഹർ സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചരിത്രപരമായ ഈ ജോഹറിനെ ആത്മഹത്യയല്ല, മറിച്ച് ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള പരമമായ തീരുമാനമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്.